ധർമ്മക്ഷേത്രയുടെ ഈ എപ്പിസോഡിൽ നമ്മളെത്തി നിൽക്കുന്നത് തിരുവനന്തപുരത്തിനും തമിഴ്നാടിനുമിടയിൽ കേരള അതിർത്തിയോട് ചേർന്ന് കളിയിക്കാവിളയിൽ മലയടിമല ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ്. തെക്കൻ കൈലാസം എന്നറിയപ്പെടുന്ന ശ്രീ മഹാദേവ ധർമ്മക്ഷേത്രയുടെ മൂന്നാമത്തെ അഥവാ തൃതീയ യാത്ര ഇവിടെ ആരംഭിക്കുന്നു. ത്രിമൂർത്തികളിൽ ഒരാളായ ദേവദേവനായ അന്തകാന്തകസ്വാമിയായ തൃക്കണ്ണനായ മുക്കണ്ണനായ മഹാദേവൻ്റെ അടുത്തേക്കാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദേവഭൂമി. തിരുവിതാംകൂറിൻ്റെ ചരിത്രവുമായും മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെടുത്തി ധാരാളം ഐതിഹ്യവും വായ്മൊഴികളും പഴമക്കാർ ഇപ്പോഴും പറയുന്ന സ്ഥലം. ആ യാത്ര ഇവിടെ ആരംഭിക്കുന്നു. തെക്കൻ കൈലാസമെന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രം കേരള തമിഴ്നാട് അതിർത്തിയിലാണ്. കന്യാകുമാരി ജില്ലകളുടെ സംഗമസ്ഥാനമായ തിരുവനന്തപുരം കന്യാകുമാരി ജില്ലകളുടെ സംഗമസ്ഥാനമായ പാറശാല കളിയിക്കാവിളയിലാണ്. മുമ്പ് ഇവിടം കേരളത്തിൻ്റെ ഭാഗമായിരുന്നു, എന്നാൽ ഇപ്പോൾ തമിഴ്നാടിൻ്റെ ഭാഗമാണ്. ഈ പടവുകൾ കയറിയാണ് ക്ഷേത്രത്തിന് മുകളിലേക്ക് എത്തേണ്ടത്. ആകെ 249 പടവുകൾ. തൂക്കനെയുള്ള കുത്തനെയുള്ള പടവുകളാണ്. എല്ലാ പടവുകളും ശിലാനിർമ്മിതമാണ്. ഈ പടവുകൾ കയറി തുടങ്ങുമ്പോൾ തന്നെ ഇവിടുത്തെ ദൃശ്യവിസ്മയം വളരെ മനോഹരമാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ 4 ഭാഗവും വിശാലമായ പച്ചപ്പാണ് കാണാൻ കഴിയുന്നത്. കുത്തനെയുള്ള പടവുകൾ ആയതുകൊണ്ട് തന്നെ പല ഭാഗത്തും പടവുകൾ തട്ടുകളായി തിരിച്ച് ദീർഘചതുരാകൃതിയിൽ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇടയ്ക്ക് വിശ്രമിക്കുന്നതിനുള്ള സ്ഥാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇത്ര പ്രകൃതി ഭംഗിയുള്ള ഈ സ്ഥലത്തെ ഈ മഹാക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിൽ പോലും അധികം ആർക്കും അറിയില്ല, അല്ലെങ്കിൽ പലയിടത്തും അറിയപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ഇവിടം ദേവീ ചൈതന്യം ഉള്ളതായി പറയപ്പെടുന്നു. അതാണ് ഐതിഹ്യം. കൊടുങ്കാടായിരുന്ന ഇവിടം പിന്നീട് ഇന്ന് കാണുന്ന രീതിയിൽ മഹാദേവൻ്റെയും ദേവിയുടെയും വെവ്വേറെ ആലയങ്ങൾ ശ്രീകോവിലുകൾ ഉണ്ടാക്കി പ്രതിഷ്ഠിക്കുകയായിരുന്നു. ദേവീ ചൈതന്യമാണ് ഇവിടെ ആദ്യമായി പ്രത്യക്ഷമായത് എന്ന് ആണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ദേവീ ചൈതന്യമുള്ള ഒരു ഭാഗം ക്ഷേത്രത്തിന് സമീപത്ത് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഈ തട്ടുകളിൽ ആദ്യ ഒരു ഭാഗത്തായി കാണാവുന്നതാണ്. അതാണ് മൂലസ്ഥാനമായി കരുതുന്നത്. ഇവിടേക്ക് വരാൻ പ്രത്യേക പടവുകളില്ല. പാറപ്പുറത്തുകൂടി വേണം വരാൻ. പാറപ്പുറത്തുകൂടി വളരെ സൂക്ഷിച്ച് വേണം ഇവിടേക്ക് വരാൻ. പിടിച്ച് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് കമ്പിയിൽ വേലി തീർത്തിട്ടുണ്ട്. ഈ മൂലസ്ഥാനത്താണ് ദേവീ ചൈതന്യം ആദ്യമായി പ്രകടമായത്, അല്ലെങ്കിൽ ദേവി പ്രത്യക്ഷയായത് എന്നാണ് ഐതിഹ്യം. ഇവിടെ നിന്നുമാണ് പിന്നീട് ക്ഷേത്രത്തിൻ്റെ വളർച്ച ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്നതാണ് സത്യം. ഇവിടെ നിന്ന് മുകളിലേക്ക് കയറുമ്പോൾ കാണാവുന്നതാണ് ഈ പ്രകൃതി ഭംഗി. ചുറ്റുവട്ടം ഏതാണ്ട് കന്യാകുമാരി ജില്ലയുടെ മുഴുവൻ ഭാഗവും, അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയുടെ ഏതാണ്ട് ഒരു ഭാഗം മുഴുവൻ ഈ ഭാഗത്ത് നിന്ന് കാണാം. മലയുടെ ഏറ്റവും മുകളിലേക്ക് എത്തിയാൽ കാണാവുന്നത് ഇതിലും ഭംഗിയുള്ള വിശാലമായ ഭാഗമാണ് കാണുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പടവുകളില്ല, നടന്നു പോകണം. വിശാലമായ പാറപ്പുറത്തുകൂടി നമുക്ക് നടന്നു പോകാൻ കഴിയും. ഒട്ടും ആയാസമില്ലാതെ തന്നെ നടന്നു പോകാൻ കഴിയും. പ്രകൃതി ഭംഗി ആസ്വദിച്ച് നല്ല കാറ്റുമൊക്കെ ആസ്വദിച്ച് നടന്നു പോകാൻ കഴിയും. കാരണം ഇവിടെ എത്തുമ്പോൾ തന്നെ വല്ലാത്ത ഒരു അനുഭൂതിയാണ്. ധ്യാനാവസ്ഥയിലുള്ള മഹാദേവൻ്റെ ചൈതന്യം കുടികൊള്ളുന്ന പുണ്യഭൂമി. ഇവിടുത്തെ പ്രകൃതി ഭംഗി വർണ്ണിക്കാൻ വാക്കുകളില്ല. കിലോമീറ്ററുകളോളം ദൂരെ മലയ്ക്കും അപ്പുറത്ത് കടലിൻ്റെ ഇരമ്പവും കേൾക്കാം. നാം ക്ഷേത്ര പരിസരത്ത് എത്തിയിരിക്കുന്നു. ക്ഷേത്രത്തിന് പുറത്തു നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. വളരെ സുന്ദരമായ കാഴ്ച. ഈ കാണുന്നത് കേരള തമിഴ്നാട് ഭാഗത്ത് ഇരുവശത്തെയുമുള്ള കാഴ്ചയാണ്. നല്ല തെളിഞ്ഞ അന്തരീക്ഷമുള്ള സമയത്ത് ഇവിടെ നിന്ന് നോക്കിയാൽ കടലിൻ്റെ അലകൾ ഇളകിമറിയുന്നതും കാണാവുന്നതാണ്. വളരെ സുന്ദരമായ കാഴ്ച. ആകാശവും ഭൂമിയും ഒന്നായിത്തീരുന്ന ദൃശ്യവിസ്മയം ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നതാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു നിർവൃതിയാണ്, ഒരു അനുഭൂതിയാണ് ഈ ഭാഗത്ത് നിൽക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് അകത്ത് തിരുനടയിൽ നിന്നുള്ള ദൃശ്യങ്ങളും കൂടുതൽ വിശേഷങ്ങളും അടുത്ത ഭാഗത്ത് കാണാം.